ഇനി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണവും അതിശക്തമായി മുന്നോട്ട് പോകുന്നു. നിലമ്പൂരിൽ ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, വിവരങ്ങൾ. അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമാവുകയാണ് ഇന്നത്തേത്. കാരണം ഇന്നലെ നമുക്കറിയാം ഔദ്യോഗികമായിട്ടുള്ള കൺവെൻഷൻ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മണ്ഡല തലത്തിലുള്ള കൺവെൻഷനുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാനുള്ളത് പോത്തുകല്ലിലാണ്. പോത്തുകല്ലിനെ സംബന്ധിച്ചിടത്തോളം അല്പം മുമ്പ് വിപിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നത് തന്നെ ഈ നിലമ്പൂരിൽ ഈ പോത്തുകല്ല് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്. പ്രത്യേകിച്ച് UDF പ്രധാനമായിട്ടും ഉയർത്തുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് പോത്തുകല്ലിൽ ഇപ്പോഴും, അതായത് മുൻപ് ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും അതിലെ ഗുണഭോക്താക്കൾക്ക് മതിയായിട്ടുള്ള വീടോ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കേണ്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആദിവാസി മേഖല കൂടിയാണ് ഈ പോത്തുകല്ല് മേഖല. ഇവിടെയുള്ള ആദിവാസികളെ സർക്കാർ നിരന്തരം പറഞ്ഞു പറ്റിക്കുകയാണ്. അവർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. ഇപ്പോഴും പലരും മരത്തിന് മുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെന്റുകൾ കെട്ടിയുമാണ് താമസിക്കുന്നത്. അല്ലാതെ സർക്കാരിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവിടേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ പോത്തുകല്ല് ഉൾപ്പെടെയുള്ള മേഖലകൾ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച കുറെ കൂടി വൈകാരികമാണ്. കാരണം ഓരോ തവണയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ പോത്തുകല്ലിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ആളുകൾ താമസിക്കുന്ന മേഖല തെരഞ്ഞെടുത്ത് ആ മേഖലകളിൽ പ്രചാരണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അബ്ബാസ് അലി തങ്ങളാണ് ഇവിടുത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം അബ്ബാസ് അലി തങ്ങൾ ഇവിടെ എത്തും. UDF നേതാവ് അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്, മറുഭാഗത്താണ് ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും ഇവിടുന്ന് പ്രകടനമായിട്ടായിരിക്കും ഈ ഔദ്യോഗിക പരിപാടികൾ നടക്കുന്ന ഇടത്തേക്ക് പോവുക. അബ്ബാസ് അലി തങ്ങൾ വന്നാൽ തന്നെ ഉടൻ തന്നെ പരിപാടി ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ